നമസ്കാരം. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടയും സുസുക്കിയും തമ്മിലുള്ള ചങ്ങാത്തം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇരു കമ്പനികളും കാറുകൾ പരസ്പരം കൈമാറി റീബാഡ്ജ് ചെയ്ത് വിൽക്കാറുണ്ട്. ചെറുകാറുകൾ അധികം ഇല്ലാത്ത ടൊയോട്ടയ്ക്കാണ് ഈ പങ്കാളിത്തം കൊണ്ട് ഏറ്റവും അധികം ഗുണം കിട്ടുന്നത്. നിലവിൽ ഇന്ത്യയിൽ ടൊയോട്ടയുടെ വിൽപ്പനയുടെ പകുതിയോളം മാരുതി റീബാഡ്ജ്ഡ് കാറുകൾക്കാണ് കിട്ടുന്നത്. ഡിസംബർ 11 ടൊയോട്ട ഒരു പുത്തൻ കാർ ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഈ ലോഞ്ചിന് മുന്നോടിയായി കാറിൻ്റെ ചില ടീസർ ചിത്രങ്ങളും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. അതൊരു റീബാഡ്ജ്ഡ് കാറാണോ അതോ തനത് ടൊയോട്ട ഉൽപ്പന്നമാണോ എന്നറിയാൻ ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പറയാൻ പോകുന്നത്. മാരുതിയുടെ ജനപ്രിയ കാർ മോഡലുകളായ ബലേനോ, ഗ്രാൻഡ് വിറ്റാര, ഏർട്ടിഗ, ഫ്രോങ്സ് എന്നീ കാറുകൾ ഗ്ലാൻസ, ഹൈറൈഡർ, റൂമിയോൺ, ടൈസർ എന്നീ പേരുകളിലാണ് ടൊയോട്ട റീബാഡ്ജ് ചെയ്ത് വിൽക്കുന്നത്. റീബാഡ്ജ്ഡ് കാറുകളാണെങ്കിലും ടൊയോട്ടയുടെ വിശ്വാസ്യത കാരണം ഈ കാറുകളും ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത്. എന്നാൽ ടൊയോട്ടയുടെ സ്വന്തം അച്ചിൽ വാർത്ത ഒരു ഉൽപ്പന്നം തേടുന്ന ഉപയോക്താക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കൊണ്ടുവരുന്നത്. ലോകത്തെ ഏറ്റവും ജനപ്രിയ സെഡാനുകളിൽ ഒന്നായ കാമറി നിലവിൽ ഇന്ത്യയിൽ ലഭ്യമാണ്. ഈ ഒരു പ്രീമിയം സെഡാന്റെ 9ാം തലമുറ പതിപ്പാണ് മറ്റന്നാൾ ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറാൻ പോകുന്നത്. അകത്തും പുറത്തും നിരവധി കോസ്മെറ്റിക് പരിഷ്കാരങ്ങൾക്ക് വിധേയമായ കാമറി V6 ഒഴിവാക്കി എൻജിൻ ലൈനപ്പും പരിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോഞ്ചിന് മുന്നോടിയായി ടൊയോട്ട തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സെഡാന്റെ ടീസർ ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നോക്ക്ഡ് ഡൗൺ CKD യൂണിറ്റ് ആയിട്ടാണ് പുതിയ കാമറി ഇന്ത്യയിലെത്തുന്നത്. പുതിയ കാമറി ഒരു ഹൈബ്രിഡ് പതിപ്പിൽ മാത്രമായിരിക്കും ലഭ്യമാവുക. പുറത്തുനിന്ന് നോക്കിയാൽ മുൻ തലമുറ കാമറിയുടെ പരിണാമമാണ് പുതിയ മോഡല്. ഇതിൻ്റെ രൂപകൽപ്പന മുമ്പത്തേതിനേക്കാൾ വളരെ ഷാർപ്പായിട്ടുള്ളതും പുതിയ ടൊയോട്ട മോഡലുകളായ പ്രയസ്, അതുപോലെ തന്നെ ക്രൗൺ എന്നിവയുമായി സമന്വയിക്കുന്നതുമാണ്. യാത്രാസുഖവും ഏവരെയും ആകർഷിക്കുന്ന ഫീച്ചറുകളുമാണ് ടൊയോട്ട കാറുകളുടെ മുഖമുദ്രകളിലൊന്ന്. പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന നവീകരിച്ച ക്യാബിൻ ക്യാമറയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം 12.3 ഇഞ്ച് യൂണിറ്റ് ഉയർന്ന ട്രിമ്മുകളിൽ ലഭ്യമാണ്. 12.3 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതിൽ. JBL സൗണ്ട് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ടൈപ്പ് C ചാർജിംഗ് പോർട്ട്, വെന്റിലേറ്റഡ് സീറ്റുകൾ എന്നിവ സുഖ സൗകര്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. സുരക്ഷയ്ക്കായി ടൊയോട്ട സേഫ്റ്റി സെൻസിംഗ് ADAS സ്യൂട്ടും കാർ സജ്ജീകരിച്ചിരിക്കുന്നതായിരിക്കും. പുതിയ ക്യാമറയ്ക്ക് വിദേശത്ത് 2 എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. 2 ഇലക്ട്രിക് മോട്ടോറുകളുള്ള ബേസ് ട്രിമ്മുകൾ, 2.5 ലിറ്റർ 4 സിലിണ്ടർ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് ലഭിക്കുന്നത്. ഇത് 225 bhp പവർ പുറത്തെടുക്കുകയും ഫ്രണ്ട് വീലുകൾക്ക് കരുത്ത് പകരുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന ട്രിമ്മുകൾക്ക് 3 ഇലക്ട്രിക് മോട്ടോറുകളുള്ള എഞ്ചിനാണ് ലഭിക്കുന്നത്. പീക്ക് പവർ 232 HP ഹോഴ്സ് പവറായി ഉയരുന്നുണ്ട്. സ്റ്റാൻഡേർഡായി CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് കാറിൽ വരിക. ക്യാമറയുടെ ഇന്ത്യ സ്പെക് പതിപ്പിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് സജ്ജീകരണം ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. പുത്തൻ ക്യാമറയ്ക്ക് ലിറ്ററിന് 25 കിലോമീറ്ററോളമാണ് മൈലേജ് അവകാശപ്പെടാനുള്ളത്. യഥാർത്ഥ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ 20 കിലോമീറ്ററിനടുത്ത് ഇന്ധനക്ഷമതയും പ്രതീക്ഷിക്കാം. ഹൈബ്രിഡ് സജ്ജീകരണത്തിന്റെ ഭാഗമായി ബാറ്ററി റിയർ ആക്സിലിന് മുന്നിലേക്ക് മാറ്റിയതിനാൽ തന്നെ കാറിന് 427 ലിറ്റർ ലഗേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. നിലവിലെ തലമുറ ടൊയോട്ട കാമറി 46,17,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പുതിയ മോഡലിന്റെ വില അതിനേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്.